സാംസങ്ങിന്റെ അൾട്രാ സീരീസ് ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഡിസ്പ്ലേ വരെ മാറ്റേണ്ടി വരും. ഈ കാണുന്നത് എന്റെ ഫ്രണ്ടിന്റെ സാംസങ് S23 Ultra ആണ്. ഇതിൽ ഞങ്ങൾ S Pen യൂസ് ചെയ്യുന്ന ടൈമിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ലെഫ്റ്റും റൈറ്റും ഒക്കെ നിൽക്കുമ്പോൾ S Pen വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഫിംഗർ വെച്ച് ചെയ്യുമ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് S Penലെ ബട്ടൺ പ്രസ് ചെയ്ത് എയർ ഗസ്റ്റേഴ്സ് നോക്കി, അതും വർക്ക് ചെയ്യണില്ല. S Penന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ S23 Ultra വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. റൈറ്റ് സൈഡിലുള്ളത് എന്റെയും ലെഫ്റ്റ് സൈഡിലുള്ളത് എന്റെ ഫ്രണ്ടിന്റെയും ആണ്. S Penന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ S Pen എടുത്ത് എന്റെ S23 Ultra യൂസ് ചെയ്ത് നോക്കി. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എന്റെ ഫോണിൽ അവന്റെ S Pen വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സൈഡ് ബൈ സൈഡ് S Pen യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ ഫോണിൽ മാത്രമേ S Pen വർക്ക് ചെയ്യാത്തതുള്ളൂ. അപ്പോൾ ഡൗട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ സെറ്റിംഗ്സ് എടുത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തൊന്ന് നോക്കി. രണ്ട് ഫോണിലും ലാസ്റ്റ് അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്രണ്ടിന്റെ ഫോണിൽ 3-4 ദിവസം മുന്നേ ഫെബ്രുവരി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ ഇപ്പോഴും ജനുവരി അപ്ഡേറ്റ് ആണ് കിടക്കുന്നത്. സർവീസ് സെന്ററിൽ പോയപ്പോൾ അവര് പറഞ്ഞത് സോഫ്റ്റ്വെയർ റീച്ച് ചെയ്ത് നോക്കാം, എന്നിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറ്റേണ്ടി വരുന്നതാണ്. ഇനിയിപ്പോൾ മാർച്ചിൽ അപ്ഡേറ്റ് വരുമ്പോൾ അതിൽ ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.